എന്റെ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ, അതായത് ഈ അച്ചാർ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ചെറിയ മൂലധനം ഉപയോഗിച്ച്, അതായത് എന്റെ പണം മാത്രം ഉപയോഗിച്ചാണ് ഞാൻ തുടങ്ങിയത്. അന്ന് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും FSSAI ലൈസൻസ് വാങ്ങേണ്ടതുണ്ട്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ്. എന്നാൽ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നതിനായി അതിൽ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായി തീരും. നിങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ ബാക്കിയുള്ള ലൈസൻസ് ഒന്നും കിട്ടാതെ അത് കിട്ടില്ല. FSSAI എന്ന് പറയുമ്പോൾ ഫുഡ് ആൻഡ് അഡൾട്ടറേഷൻ മാത്രം അവരുടെ സെക്ടറിൽ വരും. പിന്നെ ഇതിനു വേണ്ടി നിങ്ങൾ അത്രയ്ക്കും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതും അധികം ചിലവൊന്നുമില്ലാതെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടാവുന്നതാണ്. ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അച്ചാർ ബിസിനസിന്റെ സമഗ്രമായ ഒരു അവലോകനം നൽകാനാണ്. മാർക്കറ്റ് ഗവേഷണം, ഉൽപ്പന്ന വികസനം, ചേരുവകൾ ചേർക്കൽ, ഉൽപാദനം, പാക്കിംഗ്, വിപണനം, വിതരണം എന്നിവ ഉൾപ്പെടെ ലാഭകരമായ അച്ചാർ ബിസിനസ് വിജയകരമായി ആരംഭിക്കാനും ആവശ്യമായ എല്ലാ നടപടികളും അച്ചാർ ബിസിനസ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളും അച്ചാർ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബോസ്വാല ആപ്പ് നിങ്ങളെ സഹായിക്കും. കൂടാതെ ഉൽപാദന പ്രക്രിയ എങ്ങനെയാണെന്നും ഉയർന്ന നിലവാരമുള്ള ചേരുവകൾ എങ്ങനെ കണ്ടെത്താമെന്നും നമുക്ക് ഈ കോഴ്സിലൂടെ പഠിക്കാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എന്റെ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ, അതായത് ഈ അച്ചാർ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ചെറിയ മൂലധനം ഉപയോഗിച്ച്, അതായത് എന്റെ പണം മാത്രം ഉപയോഗിച്ചാണ് ഞാൻ തുടങ്ങിയത്. അതിനുശേഷം ബിസിനസ് വളർന്നപ്പോൾ KSFCയിൽ നിന്നും പണം ഉപയോഗിച്ച് ഞാൻ അത് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയായിരുന്നു എന്റെ തുടക്കം. അതുകൊണ്ട് ഈ അച്ചാർ ബിസിനസിന് വേണ്ടി ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ചെറിയ മൂലധനം മുടക്കി, പിന്നീട് അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് അത് വിപുലീകരിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ മൂലധനം മുടക്കി പിന്നീട് അത് അതിന്റെ വളർച്ചയ്ക്കനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതല്ലെങ്കിൽ കൂടുതൽ മൂലധനം മുടക്കി വലിയ നിലയിലും തുടങ്ങാവുന്നതാണ്. ഈ രണ്ട് സാധ്യതകളും ഇതിലുണ്ട്. ഇതിനുവേണ്ടി ബാങ്ക് ലോണുകളും ലഭ്യമാണ്. ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ എത്രയാണോ പണമുണ്ടായിരുന്നത് അത് മുതൽ മുടക്കിയാണ് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്നത്. അതിനുശേഷം കർണാടക സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് KSFCയിൽ നിന്ന് 4% ഇൻട്രസ്റ്റിൽ സ്ത്രീകൾക്ക് മാത്രമായി കടം കൊടുക്കുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലും ഇപ്പോൾ കോവിഡ് കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ അങ്ങനെയാണ് എന്റെ ബിസിനസ് തുടങ്ങിയത്. ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന എന്നൊരു പദ്ധതി കൂടിയുണ്ട്. അതിൽ നിന്നും നമുക്ക് സഹായങ്ങൾ ലഭിക്കും. കൂടാതെ PMFME സ്കീം എന്നൊന്നുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് തുടങ്ങാവുന്നതാണ്. പിന്നെ ഇപ്പോൾ പുതുതായി ഒരു ഡിസ്ട്രിക്റ്റിന് ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയുണ്ട്. അതായത് ഒരു ഡിസ്ട്രിക്റ്റിന് ഒരു പ്രൊഡക്റ്റ്. ആ രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ മുൻപുണ്ടായിരുന്ന ഒരു പദ്ധതി അനുസരിച്ച് ഫുഡ് പ്രോസസ്സിംഗിൽ നമ്മൾ ഏതൊരു സംരംഭം ആരംഭിച്ചാലും ഏതൊരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്താലും അതിൽ നിന്ന് 35% സബ്സിഡി ലഭിക്കുന്ന രീതിയിൽ ഒരു സൗകര്യം വന്നു ചേർന്നിട്ടുണ്ട്. അങ്ങനെയൊരു സ്കീം വന്നിട്ടുണ്ട് എങ്കിലും അത് ഈ ഡിസംബറിനുള്ളിൽ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് വളരെ ഉപയോഗപ്രദമാണ്. ഓരോ ജില്ലയിൽ നിന്നും ഓരോ പ്രൊഡക്റ്റ് എന്ന രീതിയിൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഇത്തരം സംരംഭങ്ങൾ വിപുലീകരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഇത് വളരെ നല്ലൊരു രീതിയാണെന്നാണ് കരുതുന്നത്. ഇന്നൊരു അച്ചാർ കമ്പനി ആരംഭിക്കുന്നതിന് വേണ്ടി അത് ചെറിയ രീതിയിൽ ആരംഭിച്ചാൽ പോലും 1000 രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. അതിനേക്കാൾ വിപുലമായി ചെയ്യുന്നതിന് വേണ്ടി അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഇതിന് വെള്ളവും കറണ്ടും ആവശ്യമില്ല എന്ന് ഞാൻ പറയില്ല. എന്നാൽ മറ്റുള്ള സംരംഭങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതായത് വളരെ ലളിതമായി ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണിത്. ഇതിലിപ്പോൾ കറണ്ട് ആവശ്യമായി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇതിന് വേണ്ട മുളക് പൊടി ഉണ്ടാക്കുന്നതിനായി മുളക് അരയ്ക്കുന്നതിന് ഇങ്ങനെയൊരു മെഷീൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമുക്ക് കറണ്ട് ആവശ്യമാണ്. കൂടാതെ ലേബൽ ചെയ്യുന്നതിനും സീലിംഗ് ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ മെഷീൻ ഉപയോഗിക്കുമ്പോൾ കറണ്ട് അത്യാവശ്യമായി വരുന്നു. ഡയറക്റ്റ് അച്ചാർ മാനുഫാക്ചറിംഗ് ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് കറണ്ട് ആവശ്യമാണെന്ന് നമുക്കിവിടെ പറയാൻ കഴിയില്ല. എന്നാൽ മറ്റു ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് കറണ്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതുപോലെ വെള്ളത്തിന്റെ ആവശ്യവും നമുക്ക് കൂടുതലായി വരുന്നില്ല. വാഷിംഗ്, ക്ലീനിംഗ് ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചെറിയ മൂലധനത്തിൽ പോലും നമുക്കൊരു അച്ചാർ ബിസിനസ് തുടങ്ങാവുന്നതാണ്. അത് തുടരാനും സാധിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനുകൾക്ക് ഏതെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിനുവേണ്ട മെയിൻ്റനൻസ് ചാർജ് നമുക്ക് എക്സ്ട്രാ ആകുന്നതാണ്. എന്നാൽ അതിൽ കൂടുതലായി വരുന്നില്ല. കാരണം ഇവിടെ പ്രൊഡക്ഷന് വേണ്ടി സ്പെസിഫിക് ആയ ഒരു മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചാർജ് അധികമായി വരുന്നില്ല. കൂടാതെ ന്യായ വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചാൽ കൂടുതൽ പേരിലെത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു തൊഴിലാണിത്. ഖാദി അല്ലെങ്കിൽ ഗ്രാമവികസന കമ്മീഷനിൽ നിന്ന് നമ്മളിത് വാങ്ങുമ്പോൾ മാർജിൻ മണി സ്കീം എന്നൊന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള സംരംഭം നമ്മൾ ഗ്രാമങ്ങളിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഒരു നിശ്ചിത തുക നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തുക നമുക്ക് തിരിച്ചു കിട്ടേണ്ട സാധ്യതകളും ഇതിലുണ്ട്. അച്ചാർ ബിസിനസ് എന്ന കോഴ്സിലെ മൂലധനവും സർക്കാർ പ്രത്യേക അവകാശങ്ങളും എന്നിവ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഏതൊരു ബിസിനസ് ആരംഭിക്കാനും വളരെ അത്യാവശ്യമായ
ഘടകമാണ് മൂലധനം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിൽ വളരെയേറെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൂടാതെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കൽ, രജിസ്ട്രേഷൻ, ഉടമസ്ഥാവകാശം, അനുമതി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനായി അച്ചാർ കോഴ്സ് ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാല ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. തുടക്കം മുതലേ ഞാൻ എൻ്റെ അച്ചാർ കച്ചവടം ആരംഭിച്ചത് ഒരു 5000 രൂപ വച്ചിട്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ബാങ്കിൽ നിന്നും 5000 രൂപ കടം വാങ്ങിച്ചു തന്നു. ആ പണം കൊണ്ടാണ് ഞാൻ ഈ അച്ചാർ കച്ചവടം ആരംഭിച്ചത്. കച്ചവടം വർദ്ധിപ്പിക്കാനായിട്ട് ബാങ്കിൽ നിന്നും 25000 രൂപ എൻ്റെ സുഹൃത്തിൻ്റെ വീട് ഷുവറിറ്റി ആയിട്ട് വെച്ച് 25000 രൂപ എനിക്ക് വാങ്ങിച്ചു തന്നു. ആ പണം ഇട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷം ഖാദി ബോർഡിൽ നിന്നും എനിക്ക് ലോണും കിട്ടി. അതായത് 10000 രൂപ ലോൺ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ ബാങ്ക് ലോണും ചേർത്തിട്ട് ഒന്നും കൂടി ഞാൻ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചെടുത്തു. അവസാനമായിട്ട് പറ്റാതെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് ഈ അച്ചാർ കച്ചവടത്തെ ഇംപ്രൂവ് ചെയ്തെടുക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നഞ്ചങ്കോട് നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ കച്ചവടത്തിന്റെ ഇൻവെസ്റ്റ്മെന്റും ലാഭവുമായിട്ട് ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ടോ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അത് വെച്ച് ആദ്യം തുടങ്ങിയിട്ട് നമ്മുടെ കച്ചവടം വർദ്ധിക്കും തോറും നമ്മുടെ കൈക്കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുമല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു സാധനവും ഞാൻ വേസ്റ്റ് ആക്കാതെ ഒന്നും ആലോചിക്കാതെ എത്ര സ്റ്റോക്ക് ചെയ്താലും കച്ചവടം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് വേണമെങ്കിലും കൊണ്ടുവന്ന് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് ആരംഭിക്കുന്നവര് കയ്യിൽ കാശ് വച്ചിട്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത്. ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ ലോണൊന്നും കിട്ടാൻ പോകുന്നില്ല. പകുതി പണം ബാങ്കിൽ നിന്നും പകുതി പണം നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്താൽ ആ കണക്ക് വെച്ച് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും 20 ലക്ഷമോ 40 ലക്ഷമോ ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കച്ചവടം ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചെലവ് ഓരോ മാസവും കുറഞ്ഞ പക്ഷം ഒരു 20,000 രൂപ വരും. കറണ്ട് ബില്ല്, ഇതില് വെള്ളത്തിന്റെ ബില്ലും ചേർത്ത് വരും. നമ്മുടെ മിഷനറീസ് എല്ലാം ഓടുന്നത് ചേർത്താണ് ആ കറണ്ട് ബില്ല് നമുക്ക് വരുന്നത്. അതല്ലാതെ ജോലി ചെയ്യുന്നവർക്കുള്ള ശമ്പളം, അതിനുശേഷം നമ്മൾ വാങ്ങിക്കുന്ന ഈ റോ മെറ്റീരിയൽസ്, നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ നാരങ്ങ, മാങ്ങ, പച്ചക്കറികൾ, ഇതൊക്കെ ഉപ്പിലിട്ട് സ്റ്റോക്ക് ചെയ്യാതിരിക്കാം. ഇതൊക്കെ ആദ്യത്തെ ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. പിന്നെ അടുത്തൊരു ചോദ്യം, അതിനാവശ്യമുള്ള മുളക് പൊടി, മുളക് വാങ്ങിക്കുന്നത്, എണ്ണ വാങ്ങിക്കുന്നത്, കടുക്, എണ്ണ, പെരുങ്കായം എന്നിവ താളിക്കാനായിട്ട് ഇതൊക്കെ വാങ്ങിക്കേണ്ടതാണ്. അതൊക്കെ ഒരു പ്രത്യേക ചോദ്യമായി മാറി. അതുമാത്രമല്ലാതെ തൊഴിലാളിയെ പറ്റി പറയുകയാണെങ്കിൽ എത്ര പേര് നമ്മളടുത്തുണ്ടോ അതിനനുസരിച്ച് ഇപ്പോഴൊന്നും 300 രൂപയെ കുറഞ്ഞ് ആരും തന്നെ ജോലിക്ക് വരാറേയില്ല. ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് അത്രയും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതുപോലെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതായ ചെലവ് പോലെ തന്നെ മറ്റ് ഇതര ചെലവുകളും നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ചില പാത്രങ്ങൾ കഴുകാനായിട്ട് സോപ്പ് ഓയിൽ ആവശ്യമായിട്ട് വരും. ഇതേപോലത്തെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതായി വരും. അതൊക്കെ നമ്മുടെ എക്സ്ട്രാ ചെലവുകളാണ്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് 40 പേരോളം ജോലി ചെയ്യുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും അടക്കം. ഇത്രയും ആൾക്കാർ ഞങ്ങൾക്കിവിടെ എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇതിനേക്കാളും ചെറുതായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും ആവശ്യമാണ്. സ്ത്രീകൾക്ക് 50 രൂപ കുറവായിരിക്കും, പുരുഷന്മാർക്ക് 50 രൂപ കൂടുതലായിരിക്കും. ഇപ്പോൾ പുരുഷന്മാർക്കെല്ലാം ഞങ്ങൾ 300 രൂപ കൂടുതലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് 200 ചില്ലാനം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് PF, ESI എല്ലാ മാസവും തുടർന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. കൈ കഴുകാനുള്ള സോപ്പ്, തലയിലണിയാനുള്ള തൊപ്പി, പിന്നെ ഏപ്രൺ എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഒന്നും വേണ്ട, അവർ കൈ വീശിക്കൊണ്ട് ഇവിടെ വരിക, ജോലി ചെയ്യുക, വൈകുന്നേരം ആകുമ്പോൾ കൈ കഴുകിയിട്ട് ജോലി വിട്ട് പോകുക. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി ഒഴിച്ച് വേറെ ഒന്നും കിട്ടില്ല. 20% മുതൽ 30-35% വരെ സബ്സിഡി എല്ലാവർക്കും കിട്ടാറുണ്ട്. സബ്സിഡി ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ എല്ലാ ഇൻഡസ്ട്രികൾക്കും സബ്സിഡി കിട്ടാറുണ്ട്. ചെറുകിട ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതല്ല, എന്നാൽ അത്ര വലുതുമല്ല, ഒരു മീഡിയം ആയിട്ടുള്ളത്. വലിയ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കച്ചവടം അനുസരിച്ചിരിക്കും. നമ്മുടെ സാധനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചേരണം. അതുമല്ലെങ്കിൽ ജനങ്ങൾക്ക് കയ്യിൽ എന്ത് കിട്ടുന്നോ അതേ അവർ ഉപയോഗിക്കാറുള്ളൂ. നല്ല സാധനങ്ങളാണെങ്കിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഇതവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഇത് മാത്രമേ വാങ്ങിക്കുള്ളൂ. എങ്ങനെ വന്നാലും 8%, 10% നമുക്ക് ബാക്കി വരുള്ളൂ. എല്ലാം ഓരോ ചെലവുകളും കഴിഞ്ഞ ശേഷം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം ആണ് പ്രധാനം. അച്ചാർ ഇഷ്ടപ്പെടുന്ന പോലെ നല്ല സ്വാദുള്ളതാക്കി ഉണ്ടാക്കി കൊടുക്കണം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്താൽ അതൊന്നും പ്രയോജനകരമായിരിക്കുകയില്ല. 100-ൽ 1-2 ആളുകൾക്ക് നമ്മുടെ ഈ സാധനങ്ങൾ ഇഷ്ടപ്പെടാതെ വന്നിരിക്കാം. ബാക്കിയുള്ള എല്ലാവർക്കും
അതായത് 90% എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഊറുക വളരെ നന്നായിട്ടുണ്ട്, ഞങ്ങൾക്കൊന്ന് തരുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നവരാണ് ഇവിടെ വരുന്നവർ. അച്ചാർ കച്ചവടം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കച്ചവടമാണിത്. നമ്മൾക്ക് ഖാദി ബോർഡിൽ നിന്നും ലോൺ എടുക്കണമെങ്കിൽ അവരുടെ PMEGP സ്കീമിൽ അപ്ലൈ ചെയ്ത് ബാങ്കിൽ നിന്നും ലോൺ എടുക്കാവുന്നതാണ്. അതുമല്ലാതെ നിങ്ങൾക്ക് DICയിൽ നിന്നും സബ്സിഡി കിട്ടും. ഇതേപോലെ റൂറൽ ഏരിയയിൽ ചെയ്യുകയാണെങ്കിൽ 35% സബ്സിഡി കിട്ടുന്നതാണ്. ഇതേപോലെ സിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ 25% സബ്സിഡി കിട്ടും. അതേപോലെയും ചെയ്യാവുന്നതാണ്. വീണ്ടും എല്ലാം ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ചിരിക്കും. ചിലവ് നിങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടേ ഇരിക്കും തോറും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും കൂടിക്കൊണ്ടേ ഇരിക്കും. അതായത് ചെറുതായിട്ട് ചെയ്താൽ ഇപ്പോൾ അത് എന്തുമാവട്ടെ, മാങ്ങ നിങ്ങൾക്ക് കൈകൊണ്ടും മുറിക്കാം, കത്തി കൊണ്ടും മുറിക്കാം, അല്ലെങ്കിൽ മെഷീനും ഉപയോഗിക്കാം. അഗൈൻ എല്ലാം നിങ്ങളുടെ വോള്യൂം അനുസരിച്ചിരിക്കും. നിങ്ങൾ എത്ര വോള്യൂമിലാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ചെറുതുമാവാം വലുതുമാവാം. തൽക്കാലം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊരു മെഷീൻ വാങ്ങുവാണെങ്കിലും അതിനുവേണ്ട പ്രോപ്പർ ട്രെയിനിങ്ങും പ്രാക്ടീസും ഉണ്ടാവണം. അത് വളരെ അത്യാവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ ചില മെഷീനറീസ് ഒന്നും ഇവിടെ അടുത്തൊന്നും കിട്ടാറില്ല. എല്ലാം ഈ മഹാരാഷ്ട്ര, ഗുജറാത്ത്, കോയമ്പത്തൂർ ഇതുപോലത്തെ സ്ഥലത്തു നിന്നാണ് മേടിക്കുന്നത്. സോ അത് നമുക്ക് ലോക്കലിലും റിപ്പയർ ചെയ്യാൻ പറ്റും. വല്ല പ്രോബ്ലം വന്നാൽ അത് നമുക്ക് ഇവിടെ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റും. ഏകദേശം കമ്പൾസറി ആയിട്ട് കിട്ടുന്ന വരുമാനം നമ്മൾക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രയാസമാണ്. അത് ഈ ഇൻഡസ്ട്രിയിൽ ഒരു മെഷീൻ കേടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അത് റിപ്പയർ ചെയ്ത് തന്നെ ആവണം. യൂഷ്വലി നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. സോ പെർസെൻറ്റേജ് ഓഫ് റേറ്റ്, ബട്ട് ആ പെർസെൻറ്റേജ് വേരി ആവാൻ കുറെ ചാൻസസ് ഉണ്ട്. മെഷീനറീസ് പഴയതായി കൊണ്ട് തന്നെ ഇരിക്കും. ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ പോകുന്നത് ഫൈനാൻസ് മാത്രമാണ്. ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സ്മോൾ സ്കെയിൽ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ അവര് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്കിതിൽ സബ്സിഡിയും കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ സ്ത്രീകളും പാർട്ട്ണറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% എക്സ്ട്രാ സബ്സിഡിയും കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ബാങ്ക് മൂലം തന്നെ കിട്ടുന്നതായിരിക്കും. അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതെ, ഗവൺമെന്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിക്കൊക്കെ തീർച്ചയായും അവര് തരാറുണ്ട്. ഖാദിയിൽ നിന്നും ഞങ്ങളും കുറെ ബെനിഫിറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കടമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അസറ്റ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ സ്റ്റോക്സ് വെച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിംഗ്, ഇങ്ങനത്തെ ഏതനുസരിച്ച് വേണമെങ്കിലും അവർ ലോൺ തരാറുണ്ട്. മാക്സിമം ലിമിറ്റ് ആക്ച്വലി ഇതിൽ അങ്ങനെയൊന്നുമില്ല. മിനിമം സാധാരണയായിട്ട് നിങ്ങൾക്ക് 2-2.5 ലക്ഷം രൂപ വരെ കിട്ടാറുണ്ട്. പിന്നെ മാക്സിമം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഖാദി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാമപ്രദേശത്തിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അതിന് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ഹോം ഇൻഡസ്ട്രിക്ക് കൊടുക്കേണ്ടത്, ബട്ട് ഈവൻ മീഡിയം സെറ്റ് ഉണ്ടാവാം, അതിനവർ ഫൈനാൻസിങ് കൊടുക്കും. ഞങ്ങൾ ആക്ച്വലി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഇനിയും ഇതിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രിയും ഉണ്ട്. അച്ചാർ ബിസിനസ് കോഴ്സിന്റെ മൂലധനവും സർക്കാർ പ്രത്യേക അവകാശങ്ങളും എന്നിവയടങ്ങിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അച്ചാർ ബിസിനസ് ആരംഭിക്കുന്നതിനാവശ്യമായ മൂലധനം എത്രയാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ കോഴ്സ് മുഴുവനായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായി ഒരു അച്ചാർ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.